ഇന്റർനെറ്റ് പ്രവർത്തനം നിന്നാൽ എന്താണ് സംഭവിക്കുക? ഗൂഗിൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ? പെട്രോൾ ഡീസൽ കാറുകൾക്ക് പകരം ഇലക്ട്രിക് കാറുകളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴാണോ ഇടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്നത് ഇന്റർനെറ്റ് പ്രവർത്തനം നിന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ്. നിലവിലെ കണക്കെടുത്ത് നോക്കിയാൽ മനുഷ്യ ജനസംഖ്യയുടെ ഏകദേശം 60%, അതായത് 4.5 ബില്യൺ ആളുകളും സജീവമായി ഇന്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് എന്നത് ഇന്നത്തെ സമൂഹത്തിലെ വേർപെടുത്താനാവാത്ത ഒരു ഘടകമായി വരികയാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്റർനെറ്റ് ഇല്ലാതാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഇന്റർനെറ്റ് പ്രവർത്തനം നിന്നാൽ ഒന്നാമതായി നോട്ടിഫിക്കേഷൻസോ സ്റ്റാറ്റസോ അപ്ഡേറ്റുകളോ ഇമെയിലുകളോ ഇല്ലാതാവും. നിരവധി ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ധാരാളമായി ഒഴിവു സമയം ലഭ്യമാകും. ഇത്തരം സ്റ്റാറ്റസുകളും ഇമെയിലുകളും നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സുകളും ഇല്ലാതാവുമ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ധാരാളമായി സമയം കിട്ടാൻ ഇടയാകും. രണ്ടാമതായി ഒരു ഗവേഷണം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാകുന്നു: ഇന്റർനെറ്റിൽ സമയം പാഴാക്കുന്ന സമയം കൊണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, അവർ അവരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഉൽപാദനക്ഷമത ചുരുങ്ങിയ സമയത്തേക്ക് ചുരുക്കാൻ കാരണമാകും. അതായത് ഇന്റർനെറ്റ് ഇല്ലാതെ വരുമ്പോൾ ഇന്റർനെറ്റിൽ അവർ ചിലവഴിക്കുന്ന സമയത്തിനു പകരം അവർ അവരുടെ ജോലിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഉൽപാദനക്ഷമത ചുരുങ്ങിയ സമയത്തേക്ക് വർദ്ധിച്ചേക്കാം. മൂന്നാമതായി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായതിനാൽ ഇന്റർനെറ്റ് ഇല്ലാതെയാവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒറ്റപ്പെടലോ ഉത്കണ്ഠയോ മനുഷ്യരെ സൃഷ്ടിക്കാൻ അത് കാരണമാവും. നാലാമതായി ഇന്റർനെറ്റിനൊപ്പം നിർമ്മിച്ച ബിസിനസ് കമ്പനികളുടെ നട്ടെല്ലായ ഇന്റർനെറ്റ് ഇല്ലാതാവുകയാണെങ്കിൽ അവരുടെ കടകൾ അടയ്ക്കേണ്ടതായി വരും. മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വല്ലാതെ അത് ബാധിക്കുകയും ചെയ്യും. ഇന്റർനെറ്റ് ഇല്ലാതെയാവുമ്പോൾ അതിന്റെ മറുവശത്തേക്ക് നോക്കിയാൽ ആളുകൾ പരസ്പരം കൂടുതലായി ഇടപെടാൻ തുടങ്ങും. മാത്രമല്ല ലോകത്തിൽ സൗഹൃദവും സമാധാനവും വർദ്ധിപ്പിക്കാനും അതിടയായേക്കാം. രണ്ടാമതായി നാം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്നത് ഗൂഗിൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്നതാണ്. ഗൂഗിൾ എന്നത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാനായി ഉപയോഗിക്കുന്നതിനാൽ ഗൂഗിൾ ഇല്ലാതെയാവുകയാണെങ്കിൽ സെർച്ച് ചെയ്യൽ എന്നത് ഇന്നത്തെ പോലെ ജനപ്രിയമാവുകയില്ല. ഇന്ന് ആളുകൾക്ക് സംശയം വരുമ്പോൾ ആളുകൾ ഗൂഗിളിനോടാണ് ചോദിക്കാറ്. പക്ഷെ ഗൂഗിൾ ഇല്ലാതെ വരികയാണെങ്കിൽ ആളുകൾ പരസ്പരം ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയാവുകയും മാത്രമല്ല അവർ തമ്മിൽ കൂടുതൽ സംസാരം വർദ്ധിക്കാനും അത് കാരണമായേക്കും. ഗൂഗിളിനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് പകരം ആളുകൾ അവരവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും ഓർമ്മിക്കാനും അങ്ങനെ അവർ ഓരോ നിലകളിലായി തിളങ്ങാനും കാരണമാകും. രണ്ടാമതായി ഗൂഗിൾ മാപ്സ് ഇല്ലാതായിരുന്നുവെങ്കിൽ മാപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള മാപ്പുകളായിരിക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്സ് എന്നത് ഇന്നത്തെ സമൂഹത്തെ കൂടുതലായി സ്വാധീനിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആകുന്നു. അതിനാൽ തന്നെ അതില്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നത് വരെ ഒഴിവായേക്കാം. മൂന്നാമതായി ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ജിമെയിൽ ഇല്ലെങ്കിൽ ജിമെയിലിനു പകരം യാഹൂ മെയിൽ ജിമെയിലിന്റെ സ്ഥാനം കൈവരിക്കും. മാത്രമല്ല ഇപ്പോഴും യാഹൂ മെയിൽ ജനപ്രിയമായിരിക്കും. നാലാമതായി ആൻഡ്രോയിഡ് ഇല്ലാതായിരുന്നുവെങ്കിൽ ആപ്പിൾ തീർച്ചയായും കൂടുതലായി സന്തോഷിക്കും. കാരണം എന്തെന്നാൽ ആൻഡ്രോയിഡ് എന്നത് ആപ്പിളിന് വലിയൊരു തടസ്സമാണ്. ആൻഡ്രോയിഡ് ഇല്ലാത്ത പക്ഷം ആൻഡ്രോയിഡിന്റെ സ്ഥാനം മാത്രമല്ല ആപ്പിളിന് നിലവിൽ വലിയൊരു സ്ഥാനം ഉള്ളതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ആൻഡ്രോയിഡിനേക്കാൾ വലിയൊരു സ്ഥാനം ആപ്പിളിന് ലഭിച്ചേക്കും. അങ്ങനെ ആപ്പിൾ കൂടുതലായി സന്തോഷിക്കും. ആൻഡ്രോയിഡ് ഇല്ലായിരുന്നുവെങ്കിൽ നോക്കിയ ഫോണുകളും ഇന്നും നിലവിലുണ്ടാകും. അത്തരം ഫോണുകൾ ഇന്നും ജനപ്രിയമായിരിക്കും. ആൻഡ്രോയിഡ് ഇല്ലായിരുന്നുവെങ്കിൽ നോക്കിയ ഫോണുകളും ഇന്ന് ജനപ്രിയമായിരിക്കും. അവസാനമായി ഗൂഗിൾ ഡോക്സ് ഇല്ലാതായിരുന്നുവെങ്കിൽ അത് മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഒരു മികച്ച വാർത്തയാകും. ഗൂഗിളിന്റെ അഭാവത്തിൽ മറ്റേതെങ്കിലും കമ്പനി അവസരം കൈക്കലാക്കുകയും ഗൂഗിളിനെ പോലെ ജനപ്രിയവും ആധിപത്യവും നേടുകയും ചെയ്യുമായിരുന്നു. ഗൂഗിൾ ഇല്ലാത്ത പക്ഷം ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക. മൂന്നാമതായി നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്നത് പെട്രോൾ ഡീസൽ എന്നീ കാറുകൾക്ക് പകരം ഇലക്ട്രിക് കാറുകളാണെങ്കിൽ എന്തായിരിക്കും പരിസ്ഥിതിയുടെ അവസ്ഥ എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ പരിസ്ഥിതി സൗഹൃദമാണ്. ആയതുകൊണ്ട് തന്നെ നിരവധി ഗുണങ്ങളുണ്ട്. ഒന്നാമതായി 50% നൈട്രജൻ ഓക്സൈഡ്
ഓക്സൈഡുകളും കാർബൺ മോണോക്സൈഡുകളും റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വായു മലിനീകരണം വളരെയധികം കുറയും. രണ്ടാമതായി നമ്മുടെ ശ്വാസകോശ ലഘുലേഖ വളരെ സന്തോഷകരമായ സ്ഥിതിയിലായിരിക്കും. കാരണം ഇത്തരം മലിനമായ വായു പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇത്തരം വായു ശ്വസിക്കുന്നത് മുഖേന ധാരാളം അസുഖങ്ങൾക്ക് കാരണമായേക്കാം. ഇത്തരം ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുക മുഖേന നമ്മുടെ ശ്വാസകോശം ഇത്തരം അസുഖങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായിരിക്കും. മൂന്നാമതായി ഇത്തരം പെട്രോൾ, ഡീസൽ എഞ്ചിനുകളിൽ നിന്നും വരുന്ന വായു പ്രതിവർഷം 4.2 ദശലക്ഷത്തിലധികം മരണങ്ങൾക്ക് ഹേതുവാകുമെന്ന് ലോകാരോഗ്യ സംഘടന വിവരം അറിയിച്ചതിനാൽ മരണനിരക്ക് കുറയും. അങ്ങനെ ഇലക്ട്രിക് കാറുകൾ വരിക മുഖേന ധാരാളം ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ചെറിയ ചില പോരായ്മകളും ഉണ്ട്. ഒന്നാമതായി ഇത്തരം പെട്രോൾ, ഡീസൽ കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ട്രിക് കാറുകൾ വളരെയധികം വിലയേറിയതിനാൽ കാർ ഉടമസ്ഥാവകാശം വിലയേറിയതായിരിക്കും. അപൂർവ ഭൗമ മൂലകങ്ങളെയും ബാറ്ററി ഉൽപാദനത്തിനായി ലിഥിയം, കൊബാൾട്ട് എന്നിവയെയും അമിതമായി ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. അതിനാൽ തന്നെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പരിസ്ഥിതി വെല്ലുവിളികൾ നേരിടേണ്ടിയും വരും. ഇതൊക്കെയാണ് ഇലക്ട്രിക് കാറുകൾ വന്നാൽ സംഭവിക്കുക. തീർച്ചയായും ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.